ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഒരു വ്യാപാര മേഖല എക്സ്പാൻഡിങ് ആകുന്നതിൽ കുറച്ച് വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ ഒരു പത്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറേ വിവരങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ആകാശ് മിസൈലിന്റെ ആ ഒരു ഇപ്പം ഈ ഒരു ലാസ്റ്റ് 3 ദിവസത്തിന് മുമ്പ് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് റേഞ്ചിൽ ഒരു പരീക്ഷണം നടത്തി അത് വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുമ്പോഴത്തേക്കും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മണി വെറും 500 കോടി രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ മാതൃകയിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ആകാശ് സർഫസ് ടു എയർ ഡിഫൻസ് സിസ്റ്റം. ഇത് മാത്രമല്ല ബ്രഹ്മോസും കൂടി അവർ ചേർത്ത് എഴുതുന്നുണ്ട്. അതിനകത്ത് ഏഷ്യ മുതൽ സൗത്ത് അമേരിക്ക റീജിയൻ വരെ ഇതിപ്പോ പോപ്പുലർ ആണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇത് ചൈനയ്ക്കുള്ളിലാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് മേഖല ഈ രീതിയിൽ എക്സ്പോഷറായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ചെറിയ സൂചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വാർത്ത പറയുന്നത്. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഇതുപോലത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ബേസിക്കലി ഒന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ 15 മില്യൺ മുതൽ 20 മില്യൺ US$ എക്സ്പെൻസസ് ഉണ്ട് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്ത്യ അവരും 500 കോടി ഇന്ത്യൻ രൂപയ്ക്ക് താഴെ ഇത് മാനുഫാക്ചറിങ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇന്ത്യയുമായിട്ട് ഡിഫൻസ് മേഖലയിലൊക്കെ സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ശരിക്കും ഗ്ലോബൽ സൗത്തിനെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിനെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻസിനെ വരെ ഇത് ചിന്തിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കാണേണ്ടത്. ഇപ്പൊ യൂറോപ്പ് മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ അർമേനിയക്ക് ഈ സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടോട്ടലായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഇതിന്റെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പുറകിലുണ്ട്. 15 വർഷം കൊണ്ട് ഇന്ത്യ ഒരു വെൽ ബിൽഡ് ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റിലയന്റ് ഇന്ത്യ എന്നുള്ള രീതിയിൽ ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തി ഈ കാര്യം വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇന്ത്യക്ക് എക്കാലത്തും നമുക്ക് എടുത്തു പറയുന്ന രീതിയിൽ ഒരു സർഫസ് ടു എയർ ഡിഫൻസ് മിസൈലാണ് ആകാശ് മിസൈൽ. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിൽ ഒരു ദ്വീപ് ഏതാണ്ട് 105 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു ദ്വീപാണ് ഇന്ത്യൻ ഗവൺമെന്റ് അക്യൂർ ചെയ്തിരിക്കുന്നത്. ടോട്ടലി പർച്ചേസ് ചെയ്താണ്. പർച്ചേസ് ചെയ്യാനുള്ള കാരണം അവിടെ 105 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു ആ ദ്വീപിൽ. ചെറിയ ദ്വീപാണ്. ഒരുപാട് ദ്വീപുകൾ കൂടി ചേർന്നതാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മിനിക്കോയ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ദ്വീപാണ് ഈ ബിട്ര എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡ്. ഈ ബിട്ര ഐലൻഡിലാണ് ഇപ്പം ഇന്ത്യയുടെ ടോട്ടൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് അതൊരു മിലിറ്ററി ബേസ് ആയിട്ട് മാറ്റി തീർക്കുകയാണ്. അതിനുള്ള പ്രാരംഭഘട്ട പണികളും നടപടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഈ 105 ഫാമിലീസിനും നല്ല രീതിയിലുള്ള ഒപ്പോസിഷൻ ഉണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഇത് അക്യൂർ ചെയ്ത് ഇങ്ങനെ ഒരു ഡിഫൻസ് സിസ്റ്റമായിട്ട് ഇതിനെ മാറ്റുന്നതിൽ. അപ്പൊ അതിൽ പലരും ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറല്ല എന്നുള്ള നിലയിലൊക്കെ ലക്ഷദ്വീപിന്റെ മറ്റുള്ള ദ്വീപുകളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് പ്രകടനവും പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഒക്കെ അവിടെ നടത്താൻ ശ്രമിച്ചു. ഇന്ത്യൻ ഗവൺമെന്റ് അതിന് തക്കതായിട്ടുള്ള മറുപടിയും കൊടുത്ത് എന്താണോ അവർക്ക് ലാൻഡ് വാല്യൂ അതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്ത് അതിനെ ഒതുക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജണ്ട കൊണ്ട് വീണ്ടും അത് കുത്തിപ്പൊക്കി ആരെങ്കിലും കൊടിയും പൊക്കിക്കൊണ്ട് വന്നാലായി. അല്ലാത്ത പക്ഷം അവിടെ വേറെ ആർക്കും തന്നെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു ഐലൻഡാണ് ഈ ബിട്ര എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡ്. അപ്പൊ അത് അങ്ങനെ നോക്കിയിട്ടാണ് ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റിന് ആ ലൊക്കേഷനിൽ ഒരു സ്ട്രാറ്റജിക് മിലിറ്ററി ബേസ് വേണം എന്നായി. അങ്ങനെ ആയ സ്ഥിതിക്ക് പിന്നെ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഐലൻഡ് ചൂസ് ചെയ്തേ പറ്റൂ. അത് രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ആ സമയത്ത് പോയിട്ട് ഞാൻ ഇവിടെ മാറിപ്പോകത്തില്ല അവിടെ മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ റോഡ് വികസനം വരുമ്പോഴത്തേക്കും എത്ര ആൾക്കാരുടെ വീട് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അവർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തവർക്ക് വേറെ സ്ഥലം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ മറിച്ചൊരു ചോദ്യത്തിനോ അല്ലെങ്കിൽ മറിച്ച് അവകാശം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനോ ഉള്ള ഒരു പ്രൊവിഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ടേൺ ആൻഡ് സ്റ്റഡി ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യം മുന്നോട്ട് തന്നെ നീങ്ങും. പിന്നെ ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ മാൽഡീവ്സ് അവിടെ ഉണ്ട്. മാൽഡീവ്സ് എപ്പോഴും ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാജ്യം അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എത്രത്തോളം നമ്മൾ അവരെ സഹായിച്ചാലും അവരുടെ കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയാണ്. അവര് പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ മാറി മാറി വന്ന് ഭരിക്കുന്ന സർക്കാരുകൾ, അവിടുത്തെ നയങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യ എത്രത്തോളം ഡെവലപ്മെന്റ് അവിടെ ചെയ്താൽ തന്നെയും ഇന്ത്യക്ക് യാതൊരു നേട്ടവും അവിടെ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആ മേഖലയിൽ തന്നെ ആ ചാനലിൽ തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ മിലിറ്ററി ബേസ് അവിടെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ ശക്തമായ നടപടിയെടുത്ത് ഇതിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് പല രാജ്യങ്ങൾക്കും കണ്ണുകടിയാവും. ചൈന, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മാൽഡീവ്സിനെ പരിപോഷിപ്പിക്കുന്നത് അവിടുത്തെ മിലിറ്ററി ബേസ് നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ചൈനയ്ക്ക്. നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽ രാജ്യമാണ്. ഇന്ത്യക്ക് ആ ഒരു കൺസേൺ ആണ് മാൽഡീവ്സിനോട് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യക്കുള്ളിലാണ് വന്ന് ട്രീറ്റ്മെന്റിനും എഡ്യൂക്കേഷനും പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യക്കുള്ളിലാണ് വരുന്നത്. ഇന്ത്യയാണ് അവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മെയിൻലാൻഡ്. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ ടോട്ടൽ വ്യൂ പോയിന്റ് ഇന്ത്യ മാൽഡീവ്സ് റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ വേറൊരു പെർസ്പെക്റ്റീവിലാണ് ഇതിനെ കാണുന്നത്. ചൈനയുടെ ഡിപ്ലോമസിയൊക്കെ എങ്ങനെയാണ് ഒരു പൈസ കൊടുത്ത് വിലക്ക് മേടിക്കുന്നത്, അതേ ഒരു മെന്റാലിറ്റിയിലാണ് അവർ നോക്കി കാണുന്നത്. പക്ഷെ അതേസമയം ഇന്ത്യ ആ ഒരു റിലേഷൻഷിപ്പ് അല്ല മാൽഡീവ്സുമായിട്ട് ഇത്രയും നാളും പുലർത്തി പോരുന്നത്. അതായത് മാൽഡീവ്സിന് കൊടുക്കുന്ന എയ്ഡോ ഫണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സഹായങ്ങളോ ഇതിലൊന്നും യാതൊരു മാറ്റവും ഇന്ത്യ വരുത്താൻ പോകുന്നില്ല. പക്ഷെ അതേസമയം ഇന്ത്യക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ മേഖലയിൽ, ആ ചാനലിൽ, ആ കപ്പൽ ചാല് പോകുന്ന ആ റൂട്ടിൽ നമുക്കൊരു മിലിറ്ററി ബേസ് വളരെ അത്യാവശ്യമാണ്. ഇത് ചൈനയ്ക്കായാലും അമേരിക്കയ്ക്കായാലും ശരി, ഇത് പലർക്കും ഇതിൽ കണ്ണുകടി ഉണ്ടാവും. അതിൽ യാതൊന്നും ചെയ്യാനില്ല. ഇന്ത്യ അതുപോലെ തന്നെ ഇപ്പുറത്ത് ആൻഡമാൻ നിക്കോബാറിലുള്ള ആ ഒരു മിലിറ്ററി ബേസും വളരെ സ്റ്റേൺ ആയിട്ട് തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് എവിടെയൊക്കെ ബേസ് വന്നാലും ഇൻഡോ പസഫിക് റീജിയനിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ഇന്ത്യ തന്നെയാണ് കിങ്. അത് എല്ലാ കാലത്തും എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഇന്ത്യ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ലെഫ്റ്റും റൈറ്റും എല്ലാം മിലിറ്ററി ബേസ് കൊണ്ടിടുന്നത്. അതായത് ഏത് നടുക്കടലിലും ഇന്ത്യൻ മിലിറ്ററി ഉണ്ടാവും, ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ടാവും, ഇന്ത്യൻ മിലിറ്ററി ബേസ് ഉണ്ടാവും, ഇന്ത്യൻ നാവികരുണ്ടാവും. അതാണ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്. അതുപോലെ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ, റഷ്യൻ ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കുള്ളില് ഇന്ത്യ ഏതാണ്ട് 27 മുതൽ 40 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഈ ഒരു ക്രൂഡ് ഓയിൽ ഡീൽ നടത്തുന്നുണ്ട്. ഇപ്പൊ എല്ലാ മാസവും ഈ 40 രാജ്യങ്ങളും അക്കൗണ്ടബിലിറ്റിയിൽ വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഒരു 27 കമ്പനികളെങ്കിലും ഇന്ത്യയുമായിട്ട് ക്രൂഡ് ഓയിൽ ഡീൽ നടത്തുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽപ്പെട്ട കമ്പനികൾ. ഇനി ഇന്ത്യക്ക് മൾട്ടിപ്പിൾ സൈഡിൽ നിന്ന് പ്രഷർ തരാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഒരു സൈഡിൽ 500% താരിഫ്, ബ്രിക്സിന് വേണ്ടിയിട്ട് 10% അഡീഷണൽ താരിഫ്, അതുപോലെ തന്നെ നാറ്റോ സൈഡിൽ നിന്ന് 100% താരിഫ്. ഈ രീതിയിലുള്ള മൾട്ടിപ്പിൾ ഡയമെൻഷണൽ പ്രഷറാണ് ഇന്ത്യയുടെ മേളിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ട്രംപ് ഇന്നൊരു കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നു. അത് വലിയ പോപ്പുലർ ആയിട്ട് മാറി തീരാനുള്ള കാര്യമാണെന്നൊക്കെ മാധ്യമങ്ങൾ ഇവിടെ ഘോര ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഇന്ത്യക്ക് മുകളിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു പ്രഷർ പോളിസിയാണ്. എന്താണ് പോളിസി? ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ 5 എയർക്രാഫ്റ്റുകൾ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആണോ പാകിസ്ഥാന്റെ ആണോ എന്ന് ട്രംപ് തെളിച്ച് പറഞ്ഞിട്ടില്ല. അതായത് ട്രംപ് ഇന്ത്യക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഭീഷണി മുഴക്കുകയാണ്. എന്താണ്? അതായത് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, അങ്ങനെ വിളിച്ചു പറയും എന്നൊക്കെ. പക്ഷെ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളർന്നു വരുന്ന ഡിഫൻസ് മാർക്കറ്റാണ്. അത് അമേരിക്ക പ്രത്യക്ഷത്തിൽ നിന്ന് കാണുകയാണ് ഇന്ത്യയുടെ ഗ്രോത്ത്. അത് ശരിക്കും ട്രംപിനല്ല അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ വിപണിയിൽ എത്തുക എന്നുള്ളത്. അപ്പൊ അത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈപ്പാണ് കിട്ടിയത്. ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്നു. കാരണം വേറെ ഒന്നുമില്ല, വെപ്പൺ മാർക്കറ്റ്, ആയുധ കച്ചവടം നടത്തുന്ന മാർക്കറ്റിൽ ഇന്ത്യ ഇറങ്ങുന്നത് താല്പര്യമില്ല. കാരണം ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ISRO ആണ്. കാരണം ISRO നടത്തുന്ന ഓരോ പ്രോജക്റ്റും നാസ നടത്തുന്നതിന്റെ 5 മുതൽ 8 മടങ്ങ് പൈസ കുറവായിട്ടാണ്. അമേരിക്ക നടത്തുന്ന പ്രോജക്റ്റിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ സെയിം പ്രോജക്റ്റ് ഇന്ത്യ നടത്തുന്നത് ഒരു 5 മുതൽ 8 തവണ അതിന്റെ പ്രൈസ് റെഡ്യൂസ് ആയിരിക്കും. അത്രയും കുറഞ്ഞ വിലയിൽ ആണ് നടത്തുന്നത്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. നാസ ഇതിനു മുമ്പ് രാജകീയമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പല പ്രോജക്റ്റുകളും ഇന്ന് ഇന്ത്യക്കുള്ളിൽ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ പല രാജ്യങ്ങളുടെയും സാറ്റലൈറ്റ് ഉപരിതലത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വെപ്പൺ ഇൻഡസ്ട്രി, ഈ ഡിഫൻസ് ഇൻഡസ്ട്രിയിലും അമേരിക്ക പേടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു രാജ്യത്തിന്റെ ആയുധം പേടിക്കുമ്പോഴത്തേക്കും പല രാജ്യങ്ങളും പല രീതിയിലുള്ള ഭീഷണി നേരിടേണ്ടി വരും. ആ ഭീഷണി എന്ന് പറഞ്ഞാൽ നേരിട്ട് ആരും വിളിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തത്തില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അർമേനിയ വെച്ചോ. അർമേനിയ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുള്ള രാജ്യമാണ്, ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ആയുധങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അമേരിക്ക ഇടപെട്ടുകൊണ്ട് അർമേനിയയ്ക്കും അസർബൈജാനും ഇടയിലൊക്കെ ഒരു നെഗോസിയേഷൻ, പീസ് ടോക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്നെങ്കിലും അവർ അർമേനിയയുടെ ഒരു ചെറിയ സ്ഥലം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കോറിഡോർ, ഷെസാങ് കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ അമേരിക്ക അർമേനിയ എടുത്ത് വിലക്ക് ചോദിക്കുകയാണ്. ഞങ്ങള് അമേരിക്കയുടെ സ്ഥലമായിട്ട് എല്ലാ കാലത്തും അത്
ഞങ്ങൾ നോക്കി നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഓൾമോസ്റ്റ് അർമേനിയ സമ്മതം അറിയിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഇതാ എവിടെ നെഗോസിയേഷൻ ചെയ്യാൻ പോയാലും അമേരിക്കയ്ക്ക് എന്ത് നേട്ടം, എന്തുണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അമേരിക്ക. അതായത് അർമേനിയയ്ക്കും അസർബൈജാനും ഇടയിൽ ഒരു പീസ് ടോക്ക്, സമാധാന ചർച്ച എന്നുള്ള നിലയിൽ ഇടയ്ക്ക് പോയി വീണ അമേരിക്ക അവർ തമ്മിൽ ഇപ്പൊ സമാധാന ചർച്ചയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഒരു കോറിഡോർ പണിയുന്നുണ്ട്, കുറച്ച് സ്ഥലം അസർബൈജാൻ പണിയുന്നുണ്ട്. ആ ഒരു കോറിഡോർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് റൂട്ടാണത്. ആ റൂട്ട് ഈ ചരക്ക് ഗതാഗതമാണ്. ഈ അർമേനിയ, അസർബൈജാൻ, ഇറാൻ ഈ മേഖലയിലുള്ള സാധനങ്ങളെല്ലാം കൂടി ഈ കോറിഡോർ വഴി കൊണ്ടുപോയി യൂറോപ്പിലേക്ക് എത്തിക്കുന്ന ഒരു റൂട്ടാണത്. ആ യൂറോപ്പിലേക്ക് പോകുന്ന ഗേറ്റ് ആണ് ആ ഷെങ്സാൻ കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു ഗേറ്റ് ആണത്. അവിടെ ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിലേക്കാണ് പോകുന്നത്. ഷെങ്സൻ കോറിഡോർ എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് എക്സാക്ട്ലി ആ ഒരു ചെക്ക് പോയിന്റ് ഉള്ള ഗേറ്റ് ആണ് അമേരിക്ക വിലക്ക് ചോദിക്കുന്നത്. വിലക്ക് ചോദിക്കുന്ന പറഞ്ഞാൽ കുറച്ച് $1 മില്യൺ കൊടുത്തിട്ട് അത് എടുക്കാണ്. അതാണ് സംഭവം. അത് ഓൾമോസ്റ്റ് അമേരിക്കയുടെ കയ്യിൽ പോയി. ഇതാണ് അമേരിക്കയെ നെഗോഷിയേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത് അർമേനിയ ഇത് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നഷ്ടം? നഷ്ടം ഒരുപാടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ റഷ്യ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പല രാജ്യങ്ങളും, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അർമേനിയയുമായും അസർബൈജാനുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ കോറിഡോറിൽ വലിയ ബന്ധമുണ്ട്. അപ്പൊ ഇതിനകത്ത് അസർബൈജാൻ കുറച്ച് ഏരിയ പണിയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ കോറിഡോറിൽ അർമേനിയ കുറച്ച് ഏരിയ പണിയുന്നുണ്ട്, വേറൊരു ഏരിയ അർമേനിയയും അസർബൈജാനും ജോയിന്റ് ആയിട്ട് തന്നെ പണിയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഈ കളി കളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇത് ഏത് സ്ഥലത്തും നെഗോസിയേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ആണെങ്കിൽ ത്രെട്ട് ചെയ്യും, ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ഇന്ത്യ എടുത്ത് ഡിഫൻസ് എക്യുപ്മെന്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഫെസിലിറ്റീസ് അമേരിക്കയുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അത് അപ്പൊ പറയത്തില്ല. ആ ഒരു എന്താണോ അമേരിക്കയിൽ ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്, ആ കോൺട്രാക്ട് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ എൻവോയ്സിലെടുത്ത് അമേരിക്ക ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുക. അപ്പൊ എന്താണ് ഏതാണ് ഇതിന്റെ കാതലായ വിഷയം, എന്താണ് അമേരിക്ക ഇങ്ങനെ പെരുമാറാനുള്ള യഥാർത്ഥ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഡിഫൻസ് ഡീല് നമ്മൾ മാറ്റി വെച്ചത് കൊണ്ട്, ഡിഫൻസ് ഡീൽ നമ്മൾ അമേരിക്കയുമായിട്ട് ചെയ്യാത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ ഇന്ന സാധനം മേടിക്കാത്തത് കൊണ്ട് ഈ രീതിയിൽ പെരുമാറുന്നുള്ളതൊക്കെ പിന്നീടായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ ഈ എക്കാലത്തെയും വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ ഇങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി വെക്കുന്നതും ഇങ്ങനെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് ത്രൂ ഔട്ട് അങ്ങ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ ആ മേഖലയിൽ ഇന്ത്യ പിടിച്ച് കയറി വരുന്ന പറഞ്ഞാൽ വലിയ മുന്നേറ്റമാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഡിഫൻസ് മേഖലയിൽ നമ്മൾ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല മുന്നേറ്റമാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് തുടരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് തുടരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ശക്തമായ ചില നടപടികൾ എടുക്കണം. അപ്പൊ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് ശക്തമായ നടപടി, അമേരിക്കയുടെ ഈ റഷ്യൻ ഓയിൽ ഡിപ്ലോമസി കളിക്കുന്നതിന്റെ ഈ ഒരു കളിക്കെതിരെ ശക്തമായ നടപടി, അതിന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു സാങ്ഷൻസിനെയും വകവയ്ക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ ഓയിൽ വെറും 10% മാത്രമാണ്, 10 to 40% ആണ് റഷ്യൻ ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അത് ചില മാസങ്ങളിൽ നമ്മൾ 20%, 18%, 30% അങ്ങനെ മാറി മാറി വരാറുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ താല്പര്യങ്ങൾ അനുസരിച്ചല്ല, ഇത് തികച്ചും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്. ഇന്ത്യ ഈ ലോകത്ത് ഏറ്റവും വലിയ പോപ്പുലേഷൻ, ജനസംഖ്യയുള്ള രാജ്യമാണ്. ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നയിക്കണം, എന്താണ് നമ്മളുടെ കുറവ്, എന്താണ് നമുക്ക് ആവശ്യം, എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ കുറച്ച് നിർത്താൻ പറ്റുക, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും താല്പര്യം ഒത്തല്ല. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു 100 or 101 or 100+ ബില്യൺ ഡോളറിന്റെ ബിസിനസ്, ആ ബിസിനസ് ഇന്ത്യ അങ്ങ് മറക്കുകയാണ്. അത് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം ഓക്കെ, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട. ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ട്രംപ് 5 എയർക്രാഫ്റ്റിന്റെ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ബ്രിക്സിന്റെ താരിഫ് ഇതൊക്കെ പറഞ്ഞ് ഇന്ത്യയെ അങ്ങ് വരിഞ്ഞു മുറുക്കി ഹൈ പ്രഷർ ഇട്ട് കളയാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് നടക്കില്ല. ഇന്ത്യ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലോ നാറ്റോ രാജ്യങ്ങളുടെ മാർക്ക് റൂട്ടോ അയാളുടെ ഒരു 100% താരിഫ് ടാക്ടിക്സിന് ശേഷം യൂറോപ്യൻ യൂണിയന്റെ ഇന്ത്യൻ അംബാസിഡർ ഹെർവ് ഡെൽഫിൻ ആണ് ഇപ്പൊ ഇന്ത്യയിലുള്ള യൂറോപ്യൻ യൂണിയന്റെ അംബാസിഡർ. പുള്ളി നേരെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. എന്താണ് എക്സ്പ്ലനേഷൻ? യൂറോപ്പിൽ നടക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ബേജാറേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾ തികച്ചും യൂറോപ്യൻ യൂണിയന്റെ ഇന്റർണൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നെ ഞങ്ങള് റഷ്യക്കെതിരെ ഈ ഓയിൽ സാങ്ഷൻ അതൊക്കെ പറയുന്നത് അത് റഷ്യയുടെ ഓയിൽ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഇരിക്കുന്നു? റഷ്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓയിൽ മേടിക്കുന്നുണ്ട്. എങ്ങനെയാണ് മേടിക്കുന്നത്? അത് ഇന്ത്യയിൽ നിന്നും റിഫൈൻഡ് ഓയിലാണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇവർ ക്രൂഡ് ഓയിൽ തന്നെ വേറെയും പല രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. റഷ്യൻ ഓയിൽ ഫോർ എക്സാമ്പിൾ മൊറോക്കോയിൽ നിന്ന് അവർ മേടിക്കുന്നുണ്ട്. മൊറോക്കോയിൽ നിന്നും ക്രൂഡ് ആയിട്ട് മേടിക്കുന്നുണ്ട്, മൊറോക്കോയിൽ നിന്നും റിഫൈൻഡ് ഓയിൽ ആയിട്ട് മേടിക്കുന്നുണ്ട്. മൊറോക്കോയിൽ നിന്ന് ക്രൂഡ് ആയിട്ടൊക്കെ ഈ റഷ്യൻ ഓയിൽ തന്നെയാണ് അവർ മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇവൻ വാങ്ങിച്ച് അവന് കൊടുക്കും. ആ രീതിയിലുള്ള ഒരു ട്രേഡാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്കും അറിയാം.
അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആ പ്രൈസിൽ ഒരു നെഗോഷിയേഷൻ നടത്തണം അത്രേ. അത് $60 ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് $47 ആയിട്ട് ചുരുക്കി കൊണ്ടുവരണം ഇവർക്ക്. ആർക്ക്? യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും. അതിനുള്ള തന്ത്രമാണ് ഈ താരിഫ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവർ മൊറോക്കോയിൽ നിന്നാണ് ഈ ഓയിൽ മേടിക്കുന്നുണ്ടെങ്കിൽ മൊറോക്കോ എടുത്ത് ഇവർ ഈ മെസ്സേജ് കൈമാറും. അതായത് നിങ്ങൾ റഷ്യ എടുത്ത് പറയുക, $47 പെർ ബാരലിൽ നിങ്ങൾ വില റെഡിയാക്കി തരണം, നെഗോഷിയേറ്റ് ചെയ്ത് തരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സാങ്ഷനുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. അഥവാ നിങ്ങൾ $47 അഥവാ $50 താഴെ നിങ്ങൾ ബാരലിന് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാങ്ഷനുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്യാണ്. ഇത് തന്നെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഡബിൾ സ്റ്റാൻഡേർഡ്. അതിന്റെ തെളിവാണ് യൂറോപ്യൻ യൂണിയന്റെ അംബാസിഡർ തന്നെ നേരിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.